അതിനുശേഷം അന്നത്തെ തെരഞ്ഞെടുപ്പ് ഞാൻ ആകെ ഒരു ഷർട്ടും മുണ്ടും ആയിട്ടാണ് അവിടോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു നയാ പൈസ എൻ്റെ കയ്യിലില്ല. ഷർട്ടും മുണ്ടും വാങ്ങിക്കാൻ പോലുള്ള പൈസ ഒന്നുമില്ല. പക്ഷേ ആ തെരഞ്ഞെടുപ്പിലെ മുഴുവൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ മുഴുവൻ ആ തെരഞ്ഞെടുപ്പിലെ ചിലവുകളും വഹിച്ചത് ഉമ്മൻചാണ്ടി സാറാണ്. അദ്ദേഹം 1989 ഞാനന്ന് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. ശ്രീ കെ സി വേണുഗോപാലായിരുന്നു KSUവിൻ്റെ പ്രസിഡന്റ്. അന്ന് അടൂർ ലോക്സഭാ മണ്ഡലം സംവരണ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഒരു ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥി വേണമെന്ന് അടൂർ മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകർ എല്ലാവരും ആവശ്യപ്പെട്ടു, നേതാക്കളും ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വിജയിക്കണമെങ്കിൽ ഒരു ഊർജ്ജസ്വലനായ സ്ഥാനാർത്ഥി വേണമെന്നുള്ള പൊതു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി സാറാണ് ഉമ്മൻചാണ്ടി സാറുമായിട്ടാണ് അന്ന് അടുപ്പം ഉണ്ടായിരുന്നത്. AK ആന്റണി സാറുമായിട്ട് അത്ര വലിയ അടുപ്പം ഉണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടി സാറാണ് എൻ്റെ പേര് ശ്രീ AK ആന്റണിയുടെ അടുത്ത് നിർദ്ദേശിക്കുന്നത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ നിർദ്ദേശം വന്നപ്പോൾ തന്നെ ആന്റണി സാർ അത് അംഗീകരിച്ചു. കൂട്ടത്തിൽ വയലാർ രവിയും എന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ അനുകൂലിച്ചു. തുടർന്ന് അത് ലീഡർ ശ്രീ K കരുണാകരൻ്റെ അടുത്ത് അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിർദ്ദേശിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷാണ് എന്ന വിവരം ശ്രീ ആന്റണിയും ഉമ്മൻചാണ്ടിയും കൂടി ലീഡറെ അറിയിച്ചു. അന്ന് K മുരളീധരൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് 1989 കോഴിക്കോട് നിന്ന് K മുരളീധരൻ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ K മുരളീധരൻ സ്ഥാനാർത്ഥിയായി വരണമെന്ന് ലീഡർ ആഗ്രഹിച്ചു. അതിന് ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയൊക്കെ പിന്തുണ കിട്ടിയപ്പോൾ എൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലീഡർ മറിച്ചൊന്നും പറഞ്ഞില്ല. എൻ്റെ സ്ഥാനാർത്ഥിത്വം ലീഡറും അംഗീകരിച്ചു. അങ്ങനെയാണ് ഞാൻ 1989 ആദ്യമായി അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ 27 വയസ്സ് പ്രായമുള്ള ഞാൻ അന്ന് KSUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി നിലയിൽ അന്ന് സ്ഥാനാർത്ഥിയാകുന്നത്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം എന്നെ അവിടുന്ന് തിരുവനന്തപുരത്തുനിന്ന് കൊട്ടാരക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഉമ്മൻചാണ്ടി സാറായിരുന്നു. കൊട്ടാരക്കരയിൽ കൂട്ടിക്കൊണ്ടുപോയി ശ്രീ R ബാലകൃഷ്ണപിള്ളയെ എൻ്റെ കൈ പിടിച്ച് ഏൽപ്പിക്കുന്നത് ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി സാറായിരുന്നു. എന്നിട്ട് എന്നെ നോക്കിക്കൊള്ളണം, ഞാനങ്ങ് ഏൽപ്പിക്കുകയാണ്, ബാലകൃഷ്ണപിള്ള ജയിപ്പിച്ച് തരണമെന്ന് ഉമ്മൻചാണ്ടി സാറാണ് കൊട്ടാരക്കരയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ എന്നെക്കൊണ്ട് പരിചയപ്പെടുത്തിയതിന് ശേഷം ആവശ്യപ്പെട്ടത്. അത് ശ്രീ ബാലകൃഷ്ണപിള്ള സാർ എന്ന് പറഞ്ഞു, തീർച്ചയായിട്ടും ഇവനെ ജയിപ്പിക്കും, ഇവനെ കണ്ടിട്ട് ഇവൻ ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നു, എന്തായാലും ഇവനെ ജയിപ്പിക്കും എന്ന് ഉമ്മൻചാണ്ടി സാറിന് വാക്കുകൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അന്നത്തെ തെരഞ്ഞെടുപ്പ് ഞാൻ ആകെ ഒരു ഷർട്ടും മുണ്ടും ആയിട്ടാണ് അവിടോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു നയാ പൈസ എൻ്റെ കയ്യിലില്ല. ഷർട്ടും മുണ്ടും വാങ്ങിക്കാൻ പോലുള്ള പൈസ ഒന്നുമില്ല. പക്ഷേ ആ തെരഞ്ഞെടുപ്പിലെ മുഴുവൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ മുഴുവൻ ആ തെരഞ്ഞെടുപ്പിലെ ചിലവുകളും വഹിച്ചത് ഉമ്മൻചാണ്ടി സാറാണ്. അദ്ദേഹം പലയിടത്തും പോയി തെരഞ്ഞെടുപ്പ് ചിലവിലേക്ക് ആവശ്യമായ പൈസ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഏൽപ്പിച്ച് ഞാൻ തെരഞ്ഞെടുപ്പിന് വേണ്ട എല്ലാ സഹായം ചെയ്തു. ഞാൻ ഒന്നും അറിഞ്ഞില്ല. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനിങ്ങനെ വോട്ട് പിടിച്ച് പോവുകയും ജീപ്പിൻ്റെ മുകളിൽ നിന്ന് കൈ കാണിച്ച് പോവുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ തെരഞ്ഞെടുപ്പിന് ചിലവായ മുഴുവൻ തുകയും ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറാണ് കണ്ടെത്തിയതും ചിലവാക്കിയതും.